നമ്മുടെ ഡ്രൈവിങ്ങിന്റെ കുഴപ്പം കൊണ്ട് കിട്ടുന്ന ഒരു പണിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. സംഭവം ഇത് എൻ്റെ കയ്യിലേക്ക് 1.2 വോക്സ്വാഗൺ പോളോന്റെ ഒരു ഗിയറിലൂർ അസംബിൾ ആയിരിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ ഈ വോക്സ്വാഗണിലുള്ള ഗിയർ ഇടുന്നത് റിവേഴ്സ് ഗിയർ ഇടുന്നത്, ശ്രദ്ധിച്ചോളാം. റിവേഴ്സ് ഗിയർ ഇടുന്നത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങോട്ട് തള്ളി പിടിച്ച് ഫ്രണ്ടിലോട്ടാണ് ഇടുന്നത് റിവേഴ്സ് ഗിയർ ഇടുന്നത്. അങ്ങനെയാണ് ഇതിന്റെ റിവേഴ്സ് ഇടുന്നത് കേട്ടോ. നമ്മൾ സാധാരണ വണ്ടികൾ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഇടുക ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ വോക്സ്വാഗൺ യൂസ് ചെയ്ത് സാധാരണ വണ്ടികൾ യൂസ് ചെയ്യുന്നവർ നേരെ വണ്ടിക്കകത്ത് കയറുന്നിട്ട് റിവേഴ്സ് ഇടുന്ന സമയത്ത് ഇങ്ങോട്ട് വലിച്ചു പിടിച്ച് ഇങ്ങനെ ഗിയർ ഇടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇതുണ്ടോ, ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണമാണ് നമ്മുടെ സെലക്ടർ, അതായത് ഗിയർ ബോക്സിന്റെ സെലക്ടറിന്റെ മേലോട്ട് കയറ്റി ഇടുന്നത് കേട്ടോ. നമ്മുടെ ഗിയർ കേബിൾ അറ്റത്ത് വരുന്ന സെലക്ടറിൽ കാണാം, ഒരു പൈപ്പിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം കാണാം. ഇതാണ് നമ്മുടെ ഗിയറിൽ സെലക്ടറിന്റെ മേലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഓപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഫ്രണ്ടോട്ട് തള്ളി കൊടുത്തുകൊണ്ടിരിക്കും. നല്ല ബലത്തിൽ പിടിച്ചാൽ വലിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ നിന്ന് സൂക്ഷിച്ച് കാണാൻ മൊത്തം ത്രെഡാണ് കണ്ടോ. ഈ ത്രെഡ് അതേപോലെ ഇത് പ്ലാസ്റ്റിക്കിന്റെ പീസ് എടുത്തിട്ട് പോകുന്നതിന്റെ കാര്യം തന്നെ, അത് പ്ലാസ്റ്റിക്കിന്റെ പീസാണ്, ഇതിനകത്ത് ത്രെഡ് കാണുന്നുണ്ടോ. അപ്പോൾ ഈ ത്രെഡിനകത്തോടെ ഇങ്ങനെ ഈ ടൈറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ ടൈറ്റായി കിടക്കുന്നത്. ഇതിന് മേലെ ഒരു സ്പ്രിംഗ് ഒക്കെ വരും, ഒരു ലോക്കും വരും, ടൈറ്റായി കിടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം യൂസ് ചെയ്ത് വലിച്ചു പിടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ടെൻഷൻ അടിച്ചിട്ട് ഗിയർ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു പിടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് കണ്ടോ, ചെന്നി അങ്ങോട്ട് കണ്ടോ, ത്രെഡ് അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ഇത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിയറൊന്നും വീഴാണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവിങ്ങിന്റെ കുഴപ്പം കൊണ്ട് കിട്ടുന്നൊരു പണി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഏത് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാലും ഈ ഗിയർ ലിവറിന്റെ മേളിലുള്ള നമ്മുടെ ഗിയർ ലിവറിന്റെ നോബിന്റെ മേളിൽ അതിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഗിയർ ഇടണം എന്നുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ചില ആൾക്കാരെ ശ്രദ്ധിക്കാണ്ടൊക്കെയാണ് ഈ ഗിയർ ഇടുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നം കൊണ്ട്, അതായത് ശ്രദ്ധിക്കാതെ ഗിയർ ഇടുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കേബിൾ മാറ്റി കേട്ടോ. ഇതിനകത്ത് ത്രെഡ് കംപ്ലൈൻ്റ് ആയിട്ട് ഈ കേബിൾ മാറ്റിയതുകൊണ്ടാണ്. നല്ല വിലയുണ്ട്, 14,000 രൂപ ഒറിജിനൽ വിലയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ അതിന് ഗിയറിൽ നോബിൻ്റെ മേളിൽ അതിന് ഡയറക്ഷൻ വെച്ചിട്ടുണ്ടാവും, റിവേഴ്സ് ഇങ്ങനെ അടിച്ച് ആരോഗ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് തന്നെ ഗിയർ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗിയർ ലിവർ കേബിളൊക്കെ മാറേണ്ടി വരും. ഒരുപാട് വണ്ടികൾക്ക് നമുക്ക് ഈ സെയിം പ്രശ്നം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗിയർ ലിവർ കേബിൾ നല്ല റേറ്റ് ഉണ്ട്, 14,000 വിലയുണ്ട്. വണ്ടിക്കകത്ത് കയറി ഗിയർ ഇടുന്നതിന് മുന്നേ ഗിയർ ലിവർ നോബ് ശ്രദ്ധിക്കുക. ഗിയർ ലിവർ നോബ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഗിയർ ഇടാമെന്ന്. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ആട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരാം എങ്ങനെ ഗിയർ ഇടുന്നുള്ളത് കേട്ടോ. നമ്മുടെ പോളോയിൽ തന്നെ 2 ടൈപ്പിൽ റിവേഴ്സ് ഇടാൻ പറ്റുന്ന വണ്ടികളുണ്ട് കേട്ടോ. ഒന്ന് ഫ്രണ്ടിലോട്ട് അതായത് നമ്മൾ താഴോട്ട് തള്ളി പിടിച്ച് ഫ്രണ്ടിലോട്ട് ഇടുന്നതും, അതുപോലെ തന്നെ താഴോട്ട് തള്ളി പിടിച്ച് ബാക്കിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല ബ്രാൻഡുകളും പല രീതിയിലായിരിക്കും റിവേഴ്സ് ഗിയർ വരുന്നത്. ആ വണ്ടിക്കകത്ത് കയറിയിരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ വോക്സ്വാഗൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മിക്ക ആളുകൾക്കും ചിലപ്പോൾ ഈ പണി കിട്ടിയിട്ടുണ്ടാവും. അതായത് റിവേഴ്സ് ഗിയർ മാറ്റിയിട്ടിട്ട് കേബിൾ പണിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ പണി കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടും കേട്ടോ.